റിയൽമി അവരുടെ നമ്പർ സീരീസായ റിയൽമി 9 സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റിയൽമി 9 പ്രോ പ്ലസ് എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. 6GB റാം 128GB സ്റ്റോറേജിന് 24,999 രൂപയാണ് റിയൽമി പ്രൈസ് നൽകിയിട്ടുള്ളത്. ഈ ഒരു പ്രൈസിന് വെർത്തായ സ്മാർട്ട് ഫോൺ ആണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ റീസൈഡ് ഒരു ഗ്ലാസ് ഡിസൈനാണ് റിയൽമി നൽകിയിട്ടുള്ളത്. റിയൽമിയുടെ 1-2 സ്മാർട്ട് ഫോണിൽ കണ്ടിട്ടുള്ള ഒരു ഗ്ലോസി ഫിനിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് വേണം പറയാം. ഒരു ഗ്ലാസ് ഡിസൈനൊക്കെ നൽകുന്നുണ്ടെങ്കിലും അവിടെ ഒരു കോർണിംഗ് ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനോ IP റേറ്റിങ്ങോ ഒന്നും റിയൽമി നൽകിയിട്ടില്ല. 182 ഗ്രാമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. 8 mm ആണ് തിക്നെസ്സും വരിക. എന്തായാലും കുഴപ്പമില്ലാത്ത ഹോൾഡ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളാണ് ഡിസൈൻ ഭാഗത്ത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുക. ഏറ്റവും ടോപ്പ് ഭാഗത്ത് നമുക്ക് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷനോട് കൂടിയ മൈക്കും കാര്യങ്ങളൊക്കെ കാണാം. ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ മൈക്രോഫോണ് 3.5 mm ഓഡിയോ ജാക്ക് ടൈപ്പ് സി പോർട്ടൊപ്പം സ്പീക്കർ ഗില്ല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാം. റൈറ്റ് സൈഡിൽ നമുക്ക് പവർ ബട്ടണും ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം റോക്കേഴ്സൊക്കെയാണ് റിയൽമി നൽകിയിട്ടുള്ളത്. എന്തായാലും ഡിസൈൻ നിങ്ങളുടെ ഓപ്ഷനാണ്. തീർച്ചയായിട്ടും നല്ലൊരു ഡിസൈൻ എന്ന് പറയാം. ഏറ്റവും റിയർ സൈഡിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പൊക്കെ ഒരു സ്റ്റൈലിഷായ ഡിസൈനിലൊക്കെ റിയൽമി നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 6.4 ഇഞ്ചോട് കൂടി വരുന്ന ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നത്. 90 Hz ആണ് റീഫ്രഷ് റേറ്റൊക്കെ നൽകിയിട്ടുള്ളത്. കോർണിംഗ് ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഡിസ്പ്ലേ ഭാഗത്ത് നൽകുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സംവിധാനത്തിൻ്റെ ഭാഗത്ത് ഹെഡ് റേറ്റ് മോണിറ്ററൊക്കെ നൽകിയിട്ടുണ്ട്. അത്ര ആക്യുറേറ്റ് ഒന്നും അല്ലെങ്കിലും അങ്ങനെ ഒരു സെറ്റപ്പും കൂടെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗത്ത് കിട്ടുന്നുണ്ട്. എന്തായാലും എന്തുകൊണ്ടാണോ 120 Hz റീഫ്രഷ് റേറ്റ് ഒന്നും ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് കൊടുക്കാഞ്ഞത് എന്തെന്ന് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ പ്രൈസിംഗ് ഒക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാവാം ഇത്തരത്തിൽ റിയൽമി ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് 90 Hz റീഫ്രഷ് റേറ്റ് നൽകിയത്. ഇതൊരു ആവറേജ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നത്. ഇനി പെർഫോമൻസിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 920 എന്ന 6nm നാനോ ടെക്നോളജി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രോസസ്സറാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. 2.5 GHz ക്ലോക്ക് സ്പീഡോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത്. GPU സെറ്റപ്പ് നോക്കി കഴിഞ്ഞാൽ മാലി G68MC4 എന്ന GPU സെറ്റപ്പാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കാം. ഒരു ഹൈ എൻഡ് ലെവലിലല്ലെങ്കിലും നിങ്ങൾക്ക് ലാഗൊന്നും വരാത്ത രീതിയിൽ വളരെ മികച്ച രീതിയിൽ തന്നെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാനുള്ള ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ആ ഒരു പ്രോസസ്സറിലൂടെ നമുക്ക് കിട്ടുക. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഹീറ്റിംഗ് ഇഷ്യൂസിനെ കുറയ്ക്കുന്നതിന് വേണ്ടി വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഒക്കെ റിയൽമി നൽകിയിട്ടുണ്ട്. 6GB റാം 8GB റാം വേരിയൻറ്റിൽ 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും 8GB റാം 256GB എന്ന ഒരു ടോപ്പ് വേരിയൻറ്റും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് 3 വേരിയൻറ്റിലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുന്നത്. പിന്നെ തനത് എല്ലാ സ്മാർട്ട് ഫോണുകളുടെയും ഇപ്പോഴുള്ള വിർച്വൽ റാം സെറ്റപ്പും ഈ ഒരു സ്മാർട്ട് ഫോണിലും റിയൽമി നൽകിയിട്ടുണ്ട്. LPDDR4X റാമും UFS 2.2 ബേസ്ഡ് സ്റ്റോറേജ് സംവിധാനം കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് മൈക്രോ SD സ്ലോട്ടോ കാര്യങ്ങളോ ഒന്നും നൽകിയിട്ടില്ല. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 12 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടു കൂടിയാണ് വരുന്നത്. ഒപ്പം റിയൽമി UI 3യുമാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. കരിയർ അഗ്രിഗേഷനും വൈഡ് ബൈൻ L1 സർട്ടിഫിക്കേഷനും X-ആക്സിസ് ലീനിയർ മോട്ടറും ഒക്കെയുള്ള നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ പറയാം. പക്ഷേ ഈ ഒരു പ്രൈസിനെ പറ്റിയ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരമൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റില്ല. ഇതും നമുക്കൊരു ആവറേജ് ലെവലിൽ കണക്ക് കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് റിയൽമി നൽകിയിട്ടുള്ളത്. ഇനി ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 50 മെഗാപിക്സലിൻ്റെ സോണി IMX766 എന്ന മെയിൻ സെൻസർ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സെൻസർ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. അവിടെ OIS സ്റ്റെബിലൈസേഷൻ സംവിധാനം കൂടി റിയൽമി നൽകിയിട്ടുണ്ട്. 8 മെഗാപിക്സലിൻ്റെ സോണി IMX355 എന്ന 119 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇതുകൂടാതെ 2 മെഗാപിക്സൽ ഒരു മൈക്രോ സെൻസറും കൂടെ അവിടെ നൽകും. ഇങ്ങനെ ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ വരിക. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 മെഗാപിക്സലിൻ്റെ സോണി IMX471 എന്ന സെൻസറാണ് നൽകിയിട്ടുള്ളത്. സോണി സെൻസർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ക്യാമറ ക്വാളിറ്റി തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ പ്രതീക്ഷിക്കാം. ആ റിവ്യൂസ് നോക്കി കഴിയുമ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. ക്യാമറ റിവ്യൂ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ക്യാമറയുടെ ഒരു സെറ്റപ്പ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ക്വാളിറ്റി കൂടിയ നല്ല ക്യാമറ സെറ്റപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ OIS സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ റിയൽമി നൽകുന്നുണ്ടെങ്കിലും ഒരു ടെലിഫോട്ടോ സംവിധാനം അടങ്ങിയ ലെൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സെറ്റപ്പിൽ കിട്ടുന്നില്ല. ഈ ക്യാമറ ഭാഗത്തെ AI ബ്യൂട്ടിഫിക്കേഷൻ പോലുള്ള ഒത്തിരിയധികം ഫീച്ചേഴ്സും ഒപ്പം ഇതുകൂടാതെ പോർട്രേറ്റും ഡ്യുവൽ വീഡിയോ റെക്കോർഡിങ്ങും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു നല്ല ക്യാമറ സെറ്റപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായും ഫോക്കസ് ചെയ്യുന്നൊരു ഭാഗം എന്ന് പറയുന്നതും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഭാഗത്തിന് റിയർ സൈഡിലുള്ള ക്യാമറ സെറ്റപ്പ് തീർച്ചയായിട്ടും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് റിയൽമി കൈകാര്യം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ക്യാമറ റിവ്യൂസ് നോക്കിയത് കൃത്യമായിട്ട് ക്യാമറ ഫീച്ചേഴ്സൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 4500 mAh ബാറ്ററി കപ്പാസിറ്റിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സംവിധാനവുമാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. ഈ
ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 3.5 mm ഓഡിയോ ജാക്ക്, സ്റ്റീരിയോ സ്പീക്കർ, ഒപ്പം ഡോൾബി അറ്റ്മോസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നിട്ടൊരു സ്മാർട്ട് ഫോൺ എന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ ഒരു NFC സംവിധാനം കൂടി നൽകിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. എന്തായാലും ആ ഒരു സെറ്റപ്പ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നില്ല. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളും കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 6GB RAM 128GB സ്റ്റോറേജിന് 24,999 രൂപയും, 8GB RAM 128GB സ്റ്റോറേജിന് 26,999 രൂപയും, ഏറ്റവും ടോപ്പ് വേരിയൻ്റായ 8GB RAM 256GB സ്റ്റോറേജിന് 28,999 രൂപയുമാണ് പ്രൈസ് വരുന്നത്. ഈ വരുന്ന ഫെബ്രുവരി 21 മുതൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും realme.com നിന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കാം. ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് HDFC ബാങ്കിൻ്റെ കാർഡിന്മേൽ 2,000 രൂപ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഡിസ്കൗണ്ട് പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് 22,999 രൂപയ്ക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുന്നതെങ്കിൽ നല്ലൊരു പാക്കേജ് ആണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് Realme 9 Pro Plus എന്ന സ്മാർട്ട് ഫോണിനെ പറയാം. കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ പ്രൈസിന് ഒതുങ്ങുന്ന രീതിയിലല്ല റിയൽമി നൽകിയിട്ടുള്ളത്. എന്തായാലും പ്രധാനമായും ക്യാമറയെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ, ക്യാമറയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെങ്കിൽ നിങ്ങൾക്കൊരു സോണി സെൻസറും ഒപ്പം OIS സ്റ്റെബിലൈസേഷൻ സംവിധാനമൊക്കെ അടങ്ങിയ ഒരു സ്മാർട്ട് ഫോണാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന നല്ലൊരു സ്മാർട്ട് ഫോണാണ് Realme 9 Pro Plus എന്ന സ്മാർട്ട് ഫോൺ. പരിഗണിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഓഫർ ഉൾപ്പെടെയുള്ള ഓഫർ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുന്നതെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്ററായ ഒരു ഓപ്ഷൻ. തീർച്ചയായിട്ടും 2022 പകുതിയോളം വരെ നിങ്ങൾക്ക് എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും ഇത്തരത്തിൽ ഓവർ പ്രൈസ്ഡായിട്ടായിരിക്കും കാണാൻ സാധിക്കുക. ചിപ്പ് ഷോർട്ടേജിൻ്റെ ഒരു പ്രധാന പ്രശ്നം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും ഇത്തരത്തിൽ പ്രൈസ് കൂടുന്നത്. പക്ഷേ ഇത്രയും പ്രൈസ് കൂടുന്നുണ്ടെങ്കിലും ഇൻഫിനിക്സും മൈക്രോമാക്സും ഒക്കെ എങ്ങനെയാണ് വില കുറച്ച് ഇപ്പോഴും സ്മാർട്ട് ഫോൺ അവതരിപ്പിക്കുന്നുള്ള കാര്യവും സംശയമാണ്. ഒരുപക്ഷെ റിയൽമി അവരുടെ സ്മാർട്ട് ഫോണിൻ്റെ ബ്രാൻഡ് വാല്യൂ കൂട്ടുന്നതിന് വേണ്ടി ആവാം ഇത്തരത്തിൽ പ്രൈസ് കൂട്ടി വലിയ രസമല്ലാത്ത രീതിയിലൊക്കെ ഒരു സെറ്റപ്പിൽ സ്മാർട്ട് ഫോണൊക്കെ അവതരിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്പർ സീരീസ് സ്മാർട്ട് ഫോണുകൾ പൊതുവെ ഒരു 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ താഴെ നിൽക്കുന്ന കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ചുകൂടെ മികച്ച സ്മാർട്ട് ഫോൺ സ്പെസിഫിക്കേഷൻസ് തരുന്ന സ്മാർട്ട് ഫോൺ സീരീസ് ആയിരുന്നു നമ്പർ സീരീസ് സ്മാർട്ട് ഫോണുകൾ റിയൽമിയുടെ. എന്തായാലും കൊള്ളാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് Realme 9 Pro Plus എന്ന സ്മാർട്ട് ഫോൺ. പക്ഷേ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ 2,000 രൂപ ഡിസ്കൗണ്ടിലാണ് ബേസ് വേരിയൻറ്റ് കിട്ടുന്നതെങ്കിൽ നല്ലൊരു ക്യാമറ സ്മാർട്ട് ഫോണായിട്ട് പരിഗണിക്കാവുന്ന സ്മാർട്ട് ഫോണാണ് Realme 9 Pro Plus എന്ന സ്മാർട്ട് ഫോൺ. ഇത്രയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. ബൈ.